നമ്മുടെ മലയാളപ്പുഴയിലെ നവീൻ ബാബുവിന്റെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്നും ഒരു നീറ്റിലായി അവശേഷിക്കുകയാണ് ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യ. അതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. ആ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി മലയാളപ്പുഴയിലെ നവീൻ ബാബുവിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമുക്കൊപ്പം CK അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, എപ്പോഴാണ് SIT അവിടേക്ക് എത്തിയത്? സംഘത്തിലെ എല്ലാവരും ഉണ്ടോ? ആരെ 5 മിനിറ്റ് മുൻപാണ് കണ്ണൂരിൽ നിന്നുള്ള പോലീസ് സംഘം ഔദ്യോഗിക വാഹനത്തിൽ ഇവിടെ എത്തിച്ചേർന്നത്. കണ്ണൂർ ടൗൺ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി, CPOമാരായ ഷിജു, ഷൈജി എന്നിവരാണ് ഈ സംഘത്തിൽ ഉള്ളത്. 3 അംഗ സംഘമാണ്. അവർ ഇന്ന് പുലർച്ചെ കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്തുകയും പിന്നീട് ചെറിയ വിശ്രമത്തിന് ശേഷം കുടുംബാംഗങ്ങളെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. നവീൻ ബാബുവിൻ്റെ മലയാളപ്പുഴയിലെ വീട്ടിൽ ഉള്ളത് ഭാര്യ മഞ്ജുഷയും മക്കൾ 2 പേരുമാണ്. ഒപ്പം തന്നെ സഹോദരന് തൊട്ടടുത്ത വീട്ടിൽ ഉണ്ട്. നവീൻ ബാബുവിൻ്റെ അച്ഛൻ്റെ 1ാം ചരമവാർഷിക ദിനം കൂടിയായിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ രാവിലെ അവർക്ക് ആ ചടങ്ങുമായി ബന്ധപ്പെട്ട ചില തിരക്കുകൾ ഉള്ളതിനാൽ ഉച്ചയ്ക്ക് ശേഷം എന്നുള്ള ഒരു സമയമാണ് അവരും പറഞ്ഞത്. അങ്ങനെ ഇരു കൂട്ടർക്കുമുള്ള സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അന്വേഷണ സംഘം ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം എത്തിച്ചേരാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട നവീൻ ബാബുവിൻ്റെ കുടുംബാംഗങ്ങളുടെ മൊഴിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇനി രേഖപ്പെടുത്താനുള്ളത്. ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ അന്വേഷണ സംഘം ഇവിടെ എത്തിയിരുന്നു. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏതാനും ആളുകൾ ഇവിടെ എത്തിയിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ മൃതശരീരം സംസ്കരിക്കുന്നതിന് തൊട്ട് മുൻപായാണ് കുടുംബാംഗങ്ങളെ അടക്കം കണ്ട് മടങ്ങിയത്. പക്ഷേ അന്നത്തെ തെളിവെടുപ്പിൽ പൂർണ്ണ അർത്ഥത്തിൽ ആയിട്ടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് SIT പ്രത്യേക യോഗം ചേരുകയും വിശദമായ മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കണ്ണൂരിൽ നിന്നുള്ള പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രധാനമായും മൊഴി രേഖപ്പെടുത്തുന്നത് മഞ്ജുഷയുടേതും മക്കളുടെയും തന്നെയാണ്. പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ മുൻനിർത്തിയായിരിക്കും ഈ മൊഴിയെടുക്കൽ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ മാസം 14-ാം തീയതി കണ്ണൂർ കളക്ട്രേറ്റിൽ നടന്ന തെളിവെടുപ്പിന് ശേഷം നവീൻ ബാബുവും ഭാര്യയും തമ്മിലുള്ള സംഭാഷണത്തിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഉൾപ്പെട്ടിരുന്നത്, ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പങ്കുവെച്ച വിവരങ്ങൾ എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത് ഇന്ധന പമ്പുമായി ബന്ധപ്പെട്ട ഫയലിലെ വിശദാംശങ്ങളാണ്. 2 പേരും, അതായത് നവീൻ ബാബുവും ഭാര്യയും റവന്യൂ വകുപ്പിലെ തന്നെ പ്രധാനപ്പെട്ട 2 ചുമതലകൾ വഹിക്കുന്ന ആളുകളായിരുന്നു എന്നതിനാൽ തന്നെ പമ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കൂടി ഇരുവരുടെയും സംഭാഷണങ്ങളിൽ വന്നിട്ടുണ്ട് എന്ന് കുടുംബാംഗങ്ങൾ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ വിഷയം. മറ്റൊന്ന് നവീൻ ബാബുവും കളക്ടറും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഉള്ളറ കഥകൾ തന്നെയാണ്. അതിൽ ഇരുവരും തമ്മിലുള്ള സൗഹൃദം അത് പേരിന് മാത്രമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് കുടുംബാംഗങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നവീൻ ബാബുവിന് അവധി അനുവദിക്കുന്നതിനടക്കം കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ കഴിഞ്ഞ 16-ാം തീയതി അദ്ദേഹത്തിൻ്റെ മൃതശരീരം സംസ്കരിക്കുന്നതിന് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കണ്ണൂർ കളക്ടർ അനുമതി തേടിയെങ്കിലും മഞ്ജുഷ അടക്കമുള്ള ആളുകൾ അത് നിരുത്സാഹപ്പെടുത്തുകയാണ് ഉണ്ടായത്. അത്രത്തോളം ഇരുവരുടെയും ഔദ്യോഗിക ജീവിതത്തിനിടയിൽ വലിയ വിള്ളലുകൾ ഉണ്ടായിരുന്നു. നവീൻ ബാബുവിൻ്റെ മൃതശരീരം സംസ്കരിക്കുന്ന ചടങ്ങിൽ കണ്ണൂർ കളക്ടർ ഉണ്ടാകാൻ പാടില്ല എന്നത് കുടുംബത്തിൻ്റെ തീരുമാനമായിരുന്നു. ചുരുക്കത്തിൽ മൃതശരീരത്തെ അനുഗമിച്ച് പത്തനംതിട്ടയിലെത്തിയ കണ്ണൂർ കളക്ടർക്ക് പത്തനംതിട്ട ടൗണിൽ നിന്നും തിരിച്ചു പോകേണ്ട സ്ഥിതിയുണ്ടായി. അങ്ങനെ ഈ വിഷയങ്ങളൊക്കെ തന്നെ മുൻനിർത്തിയുള്ള വിശദമായ ഒരു മൊഴിയെടുപ്പാണ് ഉണ്ടാവുക. അതൊരു പക്ഷേ 3-4 മണിക്കൂർ സമയം വരെ നീളാനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാകില്ല. ആര്യ. ശരി, CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.